നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന വീഡിയോസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ സൂക്ഷിച്ച വീഡിയോസുകൾ നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യുന്നതിന് ഒരു പരിമിതികളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു 17 MB കപ്പാസിറ്റിയുള്ള വീഡിയോ മാത്രമേ നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ അനുമതിയുള്ളൂ. എന്നാൽ അതിനും മേലെയുള്ള ഒരു 100 MB വരെയുള്ള വീഡിയോസുകൾ നമുക്ക് ഒരു ഡോക്യുമെൻ്റായി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. എന്നാൽ നമുക്കതിനു മേലെയുള്ള വീഡിയോസുകൾ എങ്ങനെ സെൻഡ് ചെയ്യാം? ഏകദേശം ഒരു 15 GB വരെയുള്ള വീഡിയോസുകൾ നമുക്ക് ഡ്രൈവിലൂടെ ശരിയായ രൂപത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിനും മേലെയുള്ള വീഡിയോസുകൾ ഏകദേശം ഒരു 250 GB കപ്പാസിറ്റിയുള്ള വീഡിയോസുകൾ എങ്ങനെ നമുക്ക് സുഹൃത്തുക്കൾക്ക് കൈമാറാൻ സാധിക്കും? അതും വാട്സപ്പിലൂടെ വളരെ ഈസിയായിട്ട് നമുക്കിത് സാധിക്കും. അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് സുഹൃത്തുക്കൾക്ക് കൈമാറിയാൽ മതി. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ ഡയറക്റ്റ് ആ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. അല്ലെങ്കിൽ ഈസി അപ്ലോഡ് എന്ന ഒരു സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് സുഹൃത്തുക്കൾക്ക് കൈമാറുക, എങ്ങനെയാണ് കിട്ടിയ ആ സുഹൃത്ത് ഇത് ഓപ്പൺ ചെയ്ത് കാണുക, ഡൗൺലോഡ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തുടർന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിലൂടെ നിങ്ങൾ ആ ഒരു സൈറ്റിലേക്ക് എത്തിച്ചേരുക. അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ഈസി അപ്ലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ആ ലിങ്കിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് ഇത് ഓപ്പൺ ചെയ്യാൻ കാണിക്കും. ഞാനിപ്പോൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ച് ഇത് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഈ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഡ്രോപ്പ് ഫയൽ ടു അപ്ലോഡ് എന്നിടത്ത് നിങ്ങൾക്ക് മാക്സിമം 50 ഫയൽസ് വരെ, അതുപോലെ 10 GB പെർ ഫയൽ, ടോട്ടൽ 250 GB വരെ നിങ്ങൾക്ക് ഇതിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഫയൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസുകൾ ഇവിടെ മൊത്തമായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഇതിൽ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അയച്ചു കൊടുക്കുന്ന ആ ലിങ്ക് ആ സുഹൃത്തിന് എത്ര ദിവസം വരെ നിലനിൽക്കണം എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആരോ മാർക്കിൽ ഇവിടെ 7 days എന്നുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 day, 7 day, 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ നെവർ, അവർക്ക് നമ്മൾ അയച്ചു കൊടുത്ത ആ ലിങ്ക് എക്സ്പയർ ആകണ്ട എന്ന് വരെ നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 30 days എന്ന് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഇതൊരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇവിടെ ഈ ഭാഗത്ത് നമുക്കൊരു പിൻ നമ്പർ സെലക്ട് ചെയ്തിട്ട് ആ അയച്ച വ്യക്തിക്കും നമ്മൾ ആ പിൻ നമ്പർ കൈമാറണമെന്നേ ഉള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കൂ. ഞാനത് സെറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് അപ്ലോഡായി വരുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വലിയ വീഡിയോ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് അപ്ലോഡ് ആവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 100% ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ലിങ്ക് നിങ്ങൾ ഇവിടെ കോപ്പി ചെയ്യുക. ഇപ്പോൾ ലിങ്ക് കോപ്പിഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സുഹൃത്തിന് ഈ ഒരു ലിങ്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സുഹൃത്തിനെ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ലിങ്ക് ആ ഒരു സുഹൃത്തിന് അവിടെ ലഭിച്ചിട്ടുണ്ടാകും. ഈ ലിങ്ക് ലഭിച്ച വ്യക്തി ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ മറ്റൊരു വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ആ ഒരു ലിങ്ക് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രൗസർ വെച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഈ ഡൗൺലോഡ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. തുടർന്ന് ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ അത് ഡൗൺലോഡ് ആകുന്ന പ്രോഗ്രസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക്
250 GB വരെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഒരു ക്വാളിറ്റി പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അതേ വീഡിയോ അതേ സൈസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഓരോ സമയം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നിങ്ങൾ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ഏത് വെബ്സൈറ്റും നിങ്ങൾ പോകുന്ന ഏത് വെബ്സൈറ്റും നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് പോകുന്നതിന് പകരം ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ പോലെ ആ ഒരു വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് 250 GB വരെയുള്ള വീഡിയോസുകൾ ഒരു 10 ഫയലായിട്ട് അല്ലെങ്കിൽ ഒരു 10 ഫയൽ വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൈമാറാവുന്നതാണ്. ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വീഡിയോസുകൾ എത്ര ഫയൽ സൈസുള്ള വീഡിയോസുകളായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലൂടെ കൈമാറാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, അതുവരേക്കും ബൈ.